പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം കവിതാസെ അപ്പനി മൻ പസന്ത് പങ്ക്തിയാം ചുൻകർ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കവിതാസെ കവിതയിൽ നിന്നും അപ്പനി മൻ പസന്ത് പങ്ക്തിയാം എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട വരികൾ ചുൻകർ ലിഖേം തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ തിരഞ്ഞെടുത്ത് എഴുതുക. രണ്ടാമത്തെ നിമ്നലിഖിത് ആശയവാലി പങ്ക്തിയാം ചുനെ താഴെ കൊടുത്തിരിക്കുന്ന ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ആക്ടിവിറ്റിയാണ്. ഒന്നാമത്തെ സെൻറ്റൻസ് വായിക്കാം. ചിടിയ ദൂർ ന ജായേ ഇസ്കെ ലിയെ ആംഗൻ മേം ദാന പാനി ഭർ ദേ. ചിടിയ ദൂർ ന ജായേ ചിടിയ ദൂരത്തേക്ക് പോവാതിരിക്കാൻ ആംഗൻ മേം മുറ്റത്ത് വെള്ളവും ധാന്യവും നിറയ്ക്കാം എന്ന അർത്ഥം വരുന്ന വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ആ അർത്ഥം വരുന്ന വരികൾ ഈ 4 വരിയാണ്. തുജുക്കോ ദൂർ ന ജാനേ ദേങ്കെ നിന്നെ ദൂരത്തേക്ക് വിടില്ല. ദാനോം സെ ആംഗൻ ഭർ ദേങ്കെ ധാന്യങ്ങളാൽ മുറ്റം നിറയ്ക്കാം. ഓർ ഹോജ് മേം ഭർ ദേങ്കെ ഹം മീഠാ മീഠാ ടണ്ടാ പാനി പാത്രത്തിൽ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം തരാം, നീ ദൂരത്തേക്കൊന്നും പോകണ്ടെന്ന് പറയുന്ന വരികൾ ഇതാണ്. അടുത്ത വരി ബച്ചെ ബയ ബൻകർ ഉഡ് ജായേ തോ ഹം മാതാ ചിടിയാക്കെ പാസ് രഹേങ്കെ. ബച്ച കുട്ടികൾ വലിയ ബയ ചിടിയായി മാറി പറന്നു പോകുമ്പോൾ ഞങ്ങൾ മാതാ ചിടിയാന്ന് വെച്ചാൽ അമ്മ ചിടിയുടെ അടുത്ത് ഉണ്ടാകുമെന്ന് പറയുന്ന വരികൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവസാനത്തെ വരികളാണത്. ഫിർ ജബ് ഉൻകെ പർ നിക്കലേങ്കെ ഉഡ് ജായേങ്കെ ബയാ ബനേങ്കെ ഹം തബ് തേരെ പാസ് രഹേങ്കെ. ഈ വരികളാണ് ആ അർത്ഥം വരുന്നത്. അടുത്ത ആക്ടിവിറ്റി സമാൻ അർത്ഥ വാലെ ശബ്ദ കവിതാസെ ചുനേം താലിക ഭരേം. സമാൻ അർത്ഥ വാലെ ശബ്ദം ഒരേ അർത്ഥം വരുന്ന വാക്ക് കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് താലിക ബോക്സ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമത്തെ സെൻറ്റൻസ് ഹർ പക്ഷി കാ അപ്നാ രഹൻ സഹൻ ഹെ. ഓരോ പക്ഷിക്കും അതിൻ്റേതായ ജീവിത രീതിയുണ്ട്. രഹൻ സഹൻ എന്ന് വെച്ചാൽ ജീവിത രീതി. പക്ഷി എന്ന വാക്കിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷി എന്ന വാക്കിന് പകരമുള്ള വാക്കാണ് ചിടിയ എന്ന് നമുക്കറിയാം. സമാനാർത്ഥ വാല ശബ്ദമാണ് ചിടിയ. അപ്പോൾ പക്ഷി മാറ്റിയിട്ട് ചിടിയ എന്ന് എഴുതണം. ഹർ ചിടിയ കാ അപ്ന രഹൻ സഹൻ ഹെ. അതേപോലെ അടുത്ത സെൻറ്റൻസ് ജൽ ജീവൻ കാ ആധാർ ഹെ. അപ്പോൾ ജലിൻ്റെ സമാനാർത്ഥ വാല ശബ്ദം നമുക്കറിയാം പാനി എന്നാണ്. അപ്പോൾ പാനി ജീവൻ കാ ആധാർ ഹെ. അടുത്ത സെൻറ്റൻസ് പങ്ക് കെ ബിന ഉഡ്ന അസംഭവ് ഹെ. ചിറകില്ലാതെ പറക്കുക എന്നത് അസംഭവ്യമാണ്, സാധിക്കാത്ത കാര്യമാണ് എന്നാണ് പറയുന്നത്. പങ്കിന് കവിതയിൽ പഠിച്ചത് പർ എന്നാണ്. അപ്പോൾ അവിടെ പർ കെ ബിന ഉഡ്ന അസംഭവ് ഹെ എന്നെഴുതണം. അടുത്ത സെൻറ്റൻസ് പേടിക്ക് സബ്സെ ഊഞ്ചി ടെഹനി പത്തലി ഹെ. മരത്തിൻ്റെ ഏറ്റവും ഹൈറ്റിലുള്ള കൊമ്പ് പത്തലിയാണ്, ദുർബലമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടെഹനിക്ക് നമ്മൾ പഠിച്ചത് പേടിക്ക് ഡാലിയാണ്. അപ്പോൾ പേടിക്ക് സബ്സെ ഊഞ്ചി ഡാലി പത്തലി ഹെ എന്ന് അവിടെ എഴുതണം. അപ്പോൾ പക്ഷിക്ക് സമാനാർത്ഥ വാല ശബ്ദ ചിടിയ, പക്ഷിയുടെ ചിടിയാണ് ജൽ പാനി പങ്ക് പർ ടെഹനി ഡാലി. അടുത്ത പ്രവർത്തനം യേ സങ്കേത് പഠേം ഓർ ജീവോം കോ ജീനെ ദോ വിഷയ പർ ടിപ്പണി ലിഖേം. ഈ സൂചനകൾ താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ വായിച്ചിട്ട് ജീവോം കോ ജീനെ ദോ ജീവികളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന വിഷയത്തിലൊരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. പോയിൻറ്റ്സ് വായിച്ച് നോക്കാം. ചാര തലാഷ്നെ കെ ലിയെ പ്രാണിയോം കാ അപ്ന തൗർ തരീക്ക ഹെ. ചാര എന്ന് വെച്ചാൽ തീറ്റ തേടുന്നതിന് ജീവികൾക്ക് അവരുടേതായ രീതിയുണ്ട്. തൗർ തരീക്ക എന്ന് വെച്ചാൽ അവരുടേതായ രീതിയുണ്ട്. പ്രാണി അപ്നെ ബച്ചോം കി നിഗറാനി ഖുദ് കർ സക്താ ഹെ. അതായത് ജീവികൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ തന്നെ നോക്കിക്കോളും. അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ തന്നെ നോക്കാൻ സാധിക്കും. അല്ലാണ്ട് നമ്മൾ പോയി ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പങ്ക് നിക്കലിനെ പർ ചിറക് മുളച്ചാൽ ഉഡ്ജാന ചിടിയോം കി സഹജ വൃത്തി ഹെ. അതായത് ചിറക് മുളച്ചാൽ പറന്നു പോവുക എന്നതൊരു സ്വാഭാവികമായ കാര്യമാണ്. ഗത്രേമേ മദത് കരേം അവരെന്തെങ്കിലും അപകടത്തിൽ മാത്രമാണ് നമുക്ക് സഹായിക്കേണ്ട ആവശ്യമുള്ളൂ. സൂക്കേമേം പാനീതേ ഉദാഹരണത്തിന് വേനൽക്കാലത്തൊക്കെ വെള്ളം കൊടുക്കുക പോലെയുള്ള സഹായങ്ങളാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് ഈ പോയിൻറ്റ്സിൽ പറയുന്നത്. ഇത് വെച്ച് ജീവോം കോ ജീനെ ദോ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ജീവോം കോ ജീനെ ദോ ജീവികളെ ജീവിക്കാൻ അനുവദിക്കുമെന്ന്. ഹർ ജീവ് കാ അപ്ന രഹൻ സഹൻ ഹെ. ഓരോ ജീവിക്കും അവരുടേതായ ജീവിത രീതിയുണ്ട്. ബയാ ഹമാരി ചിടിയ റാണി കവിതാമേ ബच्चे ചിടിയ കോ ചാര പാനി ഓർ നന്നി ചിടിയോം കി നിഗറാനി കാ വാദ കർത്തേ ഹെ.
ബയാ ഹമാരി ചിടിയ റാണി എന്ന കവിതയിൽ ബച്ചെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ചിടിയയ്ക്ക് എന്ത് വാക്ക് കൊടുക്കുകയാണ്? ചാരാപാനി, അതായത് തീറ്റയും വെള്ളവും തരാം, പിന്നെ നന്നി ചിടിയോം കി നിഗറാണി, ചെറിയ കുഞ്ഞുങ്ങളെ നോക്കാം എന്നൊക്കെ വാക്ക് കൊടുക്കുന്നു. യേ സിർഫ് ഉൻകാ കൗതൂഹൽ ഹെ, ഇത് വെറും അവരുടെ ഒരു കൗതുകം കൊണ്ട് മാത്രം പറയുന്നതാണ്. ലേക്കിൻ ഹമേ യേ സമജ്നാ ചാഹിയെ കി ചാരാപാനി തലേഷ്നെ കെ ലിയെ പ്രാണിയോം കാ അപ്നാ തൗർ തരീക്ക ഹെ. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ചാരാപാനി തലാഷ്നെ കേലിയെ, തീറ്റയും വെള്ളവും അന്വേഷിക്കാൻ ജീവികൾക്ക് അവരുടേതായ രീതിയുണ്ട്. പ്രാണി അപ്നെ ബച്ചോം കി നിഗറാണി ഖുദ് കർ സക്തി ഹെ, ജീവികൾ അവരുടെ കുട്ടികളെ തന്നെ നോക്കിക്കോളും. ബച്ചെ കഹത്തെ ഹെ കി നന്നി ചിടിയ ഉഡ് ജാനെ സെ ഹം അമ്മ ചിടിയ കെ സാത്ത് രഹേംഗെ. പിന്നെ കുട്ടികൾ എന്താണ് പറയുന്നത്? നന്നി ചിടിയ, ചെറിയ കിളി പറന്നു പോകുമ്പോൾ ഞങ്ങൾ അമ്മ ചിടിയുടെ കൂടെ നിന്നോളാം എന്ന് കുട്ടികൾ പറയുന്നുണ്ട്. ലേക്കിൻ പങ്ക് നിക്കൽനെ പർ ഉഡ് ജാന ചിടിയോം കി സഹജ് വൃത്തി ഹെ. എന്നാൽ എന്താണ്? ചിറക് മുളച്ചാൽ പറന്നു പോവുക എന്നത് പക്ഷികളുടെ സ്വാഭാവികമായ കാര്യമാണ്. സഹജ് വൃത്തി എന്ന് വെച്ചാൽ സ്വാഭാവികമായ കാര്യമാണ്. ഉസ്മേ ദുഃഖി ഹോനെ കി കോയി ബാത് നഹി, അതിൽ വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല. യേ സബ് ഹോത്തെ ഹുയെ ഭി ആജ്കൽ കുച്ച് ആവശ്യക് സന്ദർഭോം മേം ഹമേം പ്രാണിയോം കി മദദ് കർണി ചാഹിയെ. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം? കുച്ച് ആവശ്യക് സന്ദർഭമേ, കുറച്ച് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അവരെ സഹായിക്കണം. ഏതൊക്കെ സന്ദർഭങ്ങളിലാണെന്ന് വെച്ചാൽ ജയ്സെ, ഉദാഹരണത്തിന് സൂക്കേമേം പാനി ദേന, വരൾച്ച സമയത്ത് വേനൽക്കാലത്തൊക്കെ അവർക്ക് വെള്ളം കൊടുക്കുക. ഗത്രേമേ മദദ് കർണ, എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ രക്ഷിക്കുക, തുടങ്ങിയ പ്രവർത്തികൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. മാനവ് കാ ദായിത്വ ഹെ ധർത്തി കെ സഭി ജീവജന്തുവോം കോ അപ്നി സിന്ദഗി ജീനെ ദേന. മനുഷ്യൻ്റെ ദായിത്വ ഹെ, ഉത്തരവാദിത്വമാണ്, ധർത്തി കെ, ഭൂമിയിലെ, സഭി ജീവജന്തുവോം, എല്ലാ ജീവജാലങ്ങളെയും, അപ്നി സിന്ദഗി, അവരുടേതായ ജീവിതം ജീവിക്കാൻ അനുവദിക്കുക എന്നത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. ഇത്രയാണ് ഈ കുറിപ്പ്. അടുത്ത പ്രവർത്തനം നോക്കാം. ഒരു 4 ചിത്രം കൊടുത്തിട്ടുണ്ട്. യഹ അന്ധ വ്യക്തി സടക്ക് പാർ കർണേക്ക് കോഷിഷ് കർ രഹാ ഹെ. ഈ ചിത്രത്തിൽ ഒരു അന്ധനായ വ്യക്തി സടക്ക്, റോഡ്, പാർ കർണേക്ക്, ക്രോസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിഖിയം ചിത്രമേ ക്യാ ക്യാ ഹോ രഹേ ഹെ, ചിത്രത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അതിന് താഴെ എഴുതാനാണ് പറയുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ ആ അന്ധനായ വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സൈഡിൽ നിൽക്കുകയാണ്, റോഡിൻ്റെ സൈഡിൽ. എഴുതാം ഏക അന്ധ വ്യക്തി സടക്ക് പാർ കർണേ കെ ലിയെ ഖടാ ഹെ, ഒരു അന്ധനായ വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു. പിന്നെ രണ്ടാമത്തെ ചിത്രത്തിലെ ആളുടെ അടുത്തേക്ക് 2 കുട്ടികൾ വരികയാണ്. ഏക ലഡ്ക ഓർ ലഡ്കി ഉൻകെ പാസ് ആത്തെ ഹെ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ ബച്ചെ അന്ധേ വ്യക്തിക്ക് മദദ് കർത്തേ ഹെ, ബച്ച എന്ത് ചെയ്യുന്നു? കുട്ടികൾ അന്ധനായ വ്യക്തിയെ സഹായിക്കുന്നു. നാലാമത്തെ ചിത്രത്തിൽ സടക്ക് പാർ കർണേ കെ ബാദ്, റോഡ് ക്രോസ് ചെയ്തതിന് ശേഷം അന്ധനായ വ്യക്തി ബച്ചോം കോ, കുട്ടികളോട് ഹസ്തദാൻ കർക്കെ, കൈ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? അപ്നാ പ്യാർ പ്രകട് കർത്ത ഹെ, അയാളുടെ സ്നേഹം പ്രകടമാക്കുന്നു, അതായത് നന്ദി പറയാണ്, കുട്ടികളോട് നന്ദി പറയുന്നു. അടുത്ത പ്രവർത്തനം. തിൻകെ ലാക്കർ മഹൽ ബനാത്തി, ഘോസലെ കോ മഹൽ ക്യോം കഹാ ഗയാ ഹെ, അതായത് കിളി ഉണ്ടാക്കുന്ന കൂടിന് അതിന് മഹൽ എന്ന്, കൊട്ടാരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്ന ആവാസ് ഹർ ഏക് കോ അമൂല്യ ഹെ, സ്വന്തം വീട് എല്ലാവർക്കും അമൂല്യമാണ്, പ്രിയപ്പെട്ടതാണ്. ചാഹേ വഹ് ജോപടി ഹോ യാ മഹൽ, അത് ജോപടി എന്ന് വെച്ചാൽ കുടിലാണെങ്കിലും കൊട്ടാരം ആണെങ്കിലും എല്ലാവർക്കും അവരുടേതായ ആവാസസ്ഥാനം, അതായത് വീട് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഘോസലെ, കൂടിനെ എന്ത് പറയുന്നത്? മഹൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം. പർ നിക്കലേംഗെ ഉഡ് ജായേംഗെ മേ കിസ്കി സൂചന ഹെ. പർ നിക്കൽന എന്ന് വെച്ചാൽ ചിറക് മുളയ്ക്കുക, അതായത് ബഡാ ഹോജാന, വലുതാവ് എന്നാണ് അർത്ഥം. ഉഡ് ജാന എന്ന് വെച്ചാൽ പറന്നു പോവുക, അതായത് സ്വതന്ത്ര ഹോന എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം. ബയാ കെ ബച്ചോം കി നിഗ്രാണി ഹം ബാരി ബാരി സെ കരേംഗെ. ബയ, കുരുവിയുടെ കുട്ടികളെ ഞങ്ങൾ ഊഴമനുസരിച്ച് മാറി മാറി വന്ന് നോക്കിക്കോളാം എന്ന് പറയുന്നത്. ഇസ്കാ താൽപര്യ ക്യാ ഹെ, എന്തുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യോങ്കി ബച്ചോം കെ ലിയെ നിഗ്രാണി സെരൂരി ഹെ, കുട്ടികളെ നന്നായി നോക്കേണ്ട ആവശ്യമുണ്ട്, കുട്ടികൾക്ക് നല്ല കെയർ കൊടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ കുട്ടികൾ എന്ത് പറയുന്നത്? ബയയുടെ കുട്ടികളെ ഞങ്ങൾ വന്ന് മാറി മാറി നോക്കിക്കോളാം എന്ന് പറയുന്നത്. എത്രയാണ് ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ.